الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദീൻ ഇസ്ലാം, അതിന്റെ കരുത്ത് ആദർശത്തിലാണ്, വിശ്വാസ സംഹിതയിലാണ് നമ്മുടെ ദീനിന്റെ കരുത്ത് നിലനിൽക്കുന്നത്. ആരാധനകളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ദീനിനെ പ്രഫുല്ലമാക്കി തീർക്കുന്നു. എല്ലാ സൽക്കർമ്മങ്ങളെയും നമ്മുടെ ദീൻ പ്രതിനിധാനം ചെയ്യുന്നു. കൂടാതെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നീതിയിലും ധർമ്മനിഷ്ഠയിലും സദാചാര മൂല്യങ്ങളിലും അത് അടിത്തറയായ ഉന്നതമായൊരു സംസ്കാരം, ഇസ്ലാം ദീനിന്റെ സംസ്കാരം, മുസ്ലിമിന്റെ സംസ്കാരം, അത് ലോകത്തേക്ക് സുഗന്ധവും ദീപ്തിയും പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലർക്കും അനിഷ്ടകരമാണത്. ഭൗതികവാദികൾക്കും വേദം നൽകപ്പെട്ട ആളുകൾക്കുമല്ലേ അനിഷ്ടമുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ സൗരഭ്യം ഒളിച്ചു വെച്ചാലും, സുഗന്ധത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ല, ഒളിച്ചു പിടിച്ചാൽ അത് പുറത്തു വരും. അതിന്റെ ദീപ്തി വജ്ര സൂചികളെക്കാൾ കരുത്തുള്ളതാണ്. ഇരുമ്പ് മറകളെ തുളച്ചു കയറും. അവര് ഇരുമ്പ് മറാന്ന് ധരിച്ചത് കീറച്ചാക്കുകളാണ്. അപ്പൊ പിന്നെ എത്രയും വേഗം അത് തുളഞ്ഞു കയറും. ഈ അനിഷ്ടത്തിൽ നിന്ന് എപ്പോഴും ഭൗതികം പലതരം ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ ഇസ്ലാമിന്റെ ദീപ്തിയെ ഊതിക്കെടുത്താൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നു പല വിധത്തിൽ. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം നിങ്ങൾ. നമ്മൾ തമ്മിലുള്ള എന്തോ ആഭ്യന്തര വിഷയങ്ങളല്ല ഇത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ കാലങ്ങളായി വലഞ്ഞുണ്ടാക്കിയ ദീനിനെതിരെയുള്ള ഗൂഢാലോചനകളെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്ന നിലയിലാണ് ഈ പറയുന്നത്. നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കും ചിലര്. അതുകൊണ്ട് തന്നെ അവര്
പുറത്തേക്ക് വിടുന്ന അജണ്ടകളെ ശ്രദ്ധിക്കാതെ അതിന്റെ ബലിയാടുകളായി ഇസ്ലാം ദീനിന്റെ ആളുകൾ മാറിക്കൂടാ. പലപ്പോഴും ഇരയായി ഇടുന്നതിൽ കൊത്തിപ്പോയാൽ അതിന്റെ കൂടെ ചൂണ്ടക്കുളത്തുകൂടിയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഈ ഉമ്മത്തിന് ആവശ്യമാണ്. 1450 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വിഷയം അള്ളാഹുവിന്റെ റസൂലിന് താക്കീതായി അള്ളാഹു നൽകിയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതല്ല, ഖിയാമത്ത് നാൾ വരെ റസൂലിനെ പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾക്കും ബാധകമായ ഒരു താക്കീത്. വലം തർദ അങ്കൽ യഹൂദു വലൻ നസറ, നബിയെ ജൂതന്മാരും ക്രിസ്ത്യാനികളും, അള്ളാഹ് പറഞ്ഞതാണിത്, നമ്മമ്മിയുള്ള എങ്കിലും പണ്ഡിതന്റെ അഭിപ്രായമല്ല, ആയത്താണ്. സൂറത്ത് അൽ ബഖറയിലെ 120-ാമത്തെ ആയത്താണ് നിങ്ങൾ കേൾക്കുന്നത്. വലം തർദ അങ്കൽ യഹൂദു വലൻ നസറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും താങ്കളെ കുറിച്ച് തൃപ്തി അടയുകയില്ല. ഹത്താ തത്തബിഅ മില്ലത്തഹും, അവരുടെ മാർഗം താങ്കൾ പിൻപറ്റുന്നത് വരെ താങ്കളെ കുറിച്ച് അവർ തൃപ്തി അടയുകയില്ല. നബിയെ പറഞ്ഞേക്കുക, ഇന്ന ഹുദല്ലാഹി വൽ ഹുദാ, യഥാർത്ഥ സന്മാർഗം അല്ലാഹു നൽകിയ സന്മാർഗമാകുന്നു. വലഇനിത്തബഅത അഹ്വാഅഹും, മേൽപറയപ്പെട്ടവരെ ഇച്ഛകളെ താങ്കൾ പിൻപറ്റിയാൽ, റസൂലിനെ വിളിച്ചുകൊണ്ടാണ് റബ്ബ് പറയുന്നത്, അവരുടെ ഇച്ഛകളെ താങ്കൾ പിന്തുടർന്നാൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, താങ്കൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള വിജ്ഞാനം ഖുർആനിലൂടെ വഹയിലൂടെ ലഭിച്ചതിന് ശേഷം താങ്കളെങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, താങ്കൾക്ക് അല്ലാഹുവിൽ നിന്ന് താങ്കളെ സഹായിക്കാൻ ഒരു മിത്രമോ ഒരു സഹായിയോ ഉണ്ടാകുന്നതല്ല. ആരോട്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. വിശ്വാസത്തിന്റെ പൂർത്തീകരണമായി ആരാധനയിൽ മുൻപന്തിയിലുള്ള ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ ഉയർന്നു നിൽക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ താക്കീത്. താങ്കൾക്ക് ഇൽമു വന്നു കിട്ടി. ഇൽമു എന്താ? ഖുർആൻ. നമുക്ക് ഇൽമു കിട്ടിയില്ല, ഖുർആന്റെ ഇൽമു കിട്ടിയില്ല, നമുക്കറിയില്ല അതിന്റെ അർത്ഥം. ഓതല്ലേ, നമ്മൾ ഓതിക്കൊണ്ടിരിക്കല്ലേ, ഹിഫ്ളാക്കുന്നു, ഓതുന്നു, അതുപോലെ ഖത്തം തീർക്കുന്നു. ഇൽമില്ലല്ലോ നമുക്ക്, ഖുർആനെ പറ്റി ഒരു ഇൽമില്ല. അർത്ഥം പഠിക്കണം ഒരു താല്പര്യം നമുക്കില്ലല്ലോ, ആശയം പഠിക്കണം, ഓതാൻ മാത്രമല്ലേ നമുക്ക് താല്പര്യമുള്ളൂ. അല്ലാഹ് പറഞ്ഞ വാചകം ശ്രദ്ധിച്ചില്ലേ? ഇൽമ് കിട്ടിയതിന് ശേഷം. ഏത് ഇൽമ്? വഹിയായി നൽകിയ ഇൽമ്, അതിൽപ്പെട്ടതാണല്ലോ പരിശുദ്ധ ഖുർആൻ. അത് വന്നതിന് ശേഷവും ഈ ആളുകളുടെ ഇച്ഛകളെയാണ് താങ്കൾ പിൻപറ്റുന്നതെങ്കിൽ, റബ്ബിൽ നിന്ന് താങ്കളെ രക്ഷിക്കാൻ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല കേട്ടോ. ഈ താക്കീത് റസൂലുള്ളയോട് നേരിട്ട് പറയുന്ന രീതിയിലാണ് ഖുർആൻ അവതരിപ്പിക്കുന്നതെങ്കിലും, റസൂലിനെ പിന്തുടരുന്ന സഹാബത്ത്, താബീങ്ങൾ, തബഅ താബീങ്ങൾ, ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെയുള്ള ഖുർആന്റെ അനുയായികൾ, മുഹമ്മദ് നബിയുടെ അനുയായികൾക്കുള്ള താക്കീതാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്തെല്ലാം പദ്ധതികളാണ് ഈ ശത്രുക്കളുടെ ലാബിൽ പരീക്ഷണ വിധേയമായി കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നതാണ്, അതിനോടാണ്. നമ്മൾ വിശ്വാസം സ്വീകരിച്ച് ആരാധനയിൽ മുഴുകി പള്ളിയിലോ വീട്ടിലോ കഴിയുന്നതിൽ അവർക്ക് യാതൊരു എതിർപ്പുമില്ല. തൗഹീദ് ഓക്കെ, നമ്മ ഇബാദത്തില, നിസ്കാരം, നോമ്പും കാര്യങ്ങളും ആയിട്ട് പള്ളിയിലും വീട്ടിലും ആണെങ്കിൽ അവർക്കൊരു വിരോധം നമ്മളുണ്ടാവില്ല. പക്ഷേ ജീവിതമാസകലം സ്വാധീനിക്കുന്ന ഒരു ദീനീ സംസ്കാരമുണ്ട്. തോന്നിവാസങ്ങൾക്കെതിരെ, ജീർണതകൾക്കെതിരെ, തന്നിഷ്ടങ്ങൾക്കെതിരെ ഇസ്ലാമിനെ അത് നശിപ്പിക്കാൻ അല്ലാഹ് പറയാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ വായകളെ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. വല്ലാഹു യുത്തിമ്മു നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ എത്ര വെറുത്താലും അല്ലാഹ് ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. സൂറത്ത് സഫിൽ അല്ലാഹ് പറഞ്ഞതാണ്, വേറെ സൂറത്തിലുണ്ടല്ലോ അത്. 3 സ്ഥലങ്ങളിൽ ഈ കാര്യം അല്ലാഹ് ആവർത്തിച്ചിട്ടുണ്ട് ഖുർആനിൽ.
അള്ളാഹ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിനിടയിൽ അവരിങ്ങനെ പരീക്ഷണശാലകളിലൂടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ സംസ്കാരം നശിപ്പിക്കുക, സദാചാര നിഷ്ഠ എങ്ങനെ നശിപ്പിക്കണം, തോന്നിവാസങ്ങളിലേക്കും ജീർണതയിലേക്കും എങ്ങനെ ഈ സമുദായത്തെ കൊണ്ടുപോകാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനേകം ക്ലബ്ബുകളുടെ കേന്ദ്രം ഇസ്രായേലാണ്. അള്ളാഹു പറഞ്ഞത് ജൂതന്മാരെ പറ്റിയല്ല ആദ്യം പറഞ്ഞത്, ഇസ്രായേലി ജൂതന്മാരാണ്. റോട്ടറി ക്ലബ് ആവട്ടെ, പിന്നെ ലയൺസ് ക്ലബ് ആവട്ടെ, വൈസ്മൻ ക്ലബ് ആവട്ടെ, ഇങ്ങനെ അനേകം ക്ലബ്ബുകൾ, അതിന്റെ ആസ്ഥാനം, ലോകത്തിലെ ആസ്ഥാനം ജൂതന്മാരുടെ ഇടയിലാണ്. എന്താ ആ ക്ലബിലൂടെ ചെയ്യുന്നത്? ഇത്തരം സദാചാര ബോധത്തെ നശിപ്പിച്ച്, ധർമ്മനിഷ്ഠയെ നശിപ്പിച്ച്, തന്നിഷ്ടമനുസരിച്ച് സ്വാഭാവിക ആൾക്കെന്താ ആഗ്രഹം അത് ചെയ്യാനുള്ള അനുവാദം. ആണിനെ കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല, പെണ്ണിനെ കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല. അന്യ ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നോണ്ടും ഒരു വിരോധമില്ല. അങ്ങനെ തന്നിഷ്ടങ്ങളെ ഭാര്യമാരെ പരസ്പരം കൈമാറുന്ന ക്ലബ്ബുകളുണ്ട്. 10 ആണും 10 ഭാര്യയും ചെന്നിട്ടേ, അറിയോ നിങ്ങക്ക്, സ്വന്തം ഭാര്യമാരെ പരസ്പരം കൈമാറി. അത്രയും വൃത്തികെട്ട സംസ്കാരം. അതുകൊണ്ട് ഇസ്ലാമിനോട് ഭയങ്കര വിരോധ. മുഹമ്മദ് നബിയെ എതിർക്കുന്ന അതുകൊണ്ടാ. മുഹമ്മദ് നബിയോ വ്യക്തിയോടുള്ള എതിർപ്പല്ല, ഈ ദീനിന്റെ സംസ്കാരം നശിപ്പിക്കണം എന്നതാണ് അവരുടെ പ്രശ്നം. അപ്പൊ ഇതിനു വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ, അതിനുവേണ്ടിയുള്ള ആഘോഷങ്ങൾ, ആണിനെയും പെണ്ണിനെയും കൂടിക്കലർത്തിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികളുടെ രൂപം അവിടെ നിന്ന് തുടങ്ങുന്നതാ. നമ്മൾ അറിയാതെ എന്തോ പുതിയ പരിപാടിയാണെന്ന് കരുതി ആ ചൂണ്ടയിൽ കൊത്തുന്നു. ഇസ്ലാമിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ രീതിയിൽ അത് കൊത്തുന്നു. ഇതൊരു ഫിത്നയാണ്. ഈ ഫിത്നയുടെ ലാസ്റ്റിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അത് മസീഹ് ദജ്ജാലിന്റെ ആഗമനമാണ്. ഈ ഫിത്ന ആരംഭിച്ചു കഴിഞ്ഞു, അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സമാപനമാണ് മസീഹ് ദജ്ജാൽ. നമ്മുടെ നമസ്കാരത്തിൽ മസീഹ് ദജ്ജാലിന്റെ ശർറിൽ നിന്ന് നമ്മൾ റബ്ബിനോട് കാവൽ ചോദിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മസീഹ് ദജ്ജാൽ വരുമ്പോ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരെ പറ്റി ജൂതന്മാരും കുറെ പെണ്ണുങ്ങളുമായിരിക്കും. വളരെ ശ്രദ്ധിക്കണം, ജൂതന്മാരായിരിക്കും മസീഹ് ദജ്ജാലിന്റെ അനുയായികളെ. പെണ്ണുങ്ങള് ഇങ്ങനെ വീടുകളിൽ നിന്ന് ചാടി പുറപ്പെടും ദജ്ജാലിന്റെ കൂടെ. റസൂലുള്ളാഹി പറഞ്ഞു നിർത്തിയില്ല. സ്വഹീഹായ ഹദീസാണ്, വെറും കഥയല്ല, ഹദീസാണ്. വീട്ടിലെ പുരുഷന്മാർ ഉമ്മമാരെയും ഭാര്യമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും കെട്ടിയിടും. വീട്ടിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ദജ്ജാലിന്റെ പുറ ഓടും. കെട്ടിയിട്ടില്ല എങ്കിൽ ദജ്ജാലിന്റെ പിന്നാലോടും. ഉമ്മമാരെയും ഭാര്യമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും പുരുഷന്മാർ വീടുകളിൽ ബന്ധിക്കും ചങ്ങലകളിൽ. ഹദീസാണ്. അല്ലെങ്കിൽ അവര് ദജ്ജാലിന്റെ പിറകെ പായും. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ആ ഹദീസ്, റസൂലിന്റെ ഹദീസ് എങ്ങനെ നമുക്ക് ബോധ്യമാവാ? എന്ത് പരിപാടി പെണ്ണുങ്ങൾ ചാടിപ്പുറപ്പെട്ടു. കമ്പോളത്തിൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കൂടുതൽ? ഷോപ്പിംഗ് മാളുകളിൽ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കൂടുതൽ? എന്താ, ആണ് ഷോപ്പിംഗ് നടത്തിയാലും പെണ്ണ് ഷോപ്പിംഗ് വ്യത്യാസം ശ്രദ്ധിച്ചില്ല. പല വീട്ടുനാഥന്മാരും ശ്രദ്ധിച്ചില്ല, സൗകര്യം എന്ന് വിചാരിച്ചിരിക്കുക. അബദ്ധമാണ്. ഒരിക്കലും ഷോപ്പിങ്ങിന് വേണ്ടി സ്ത്രീകളെ അയക്കരുത്. എന്താ, ആണ് ഷോപ്പിംഗ് നടത്തുമ്പോൾ പെണ്ണ് നടത്തുമ്പോൾ വ്യത്യാസം. വീട്ടിൽ നിന്ന് ആവശ്യമുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആണ് പോകുന്നു, ആണ് ഷോപ്പിംഗ് നടത്തുന്നത്. ഈ ലിസ്റ്റിലുള്ള വസ്തുക്കൾ വാങ്ങുന്നു. പകരം പെണ്ണാണ് പോകുന്നതെങ്കിൽ കാണുന്ന വസ്തുക്കൾ വാങ്ങുന്നു. ലിസ്റ്റു പിന്നെ അതിന്റെ അപ്പുറം അവിടെ കണ്ടതില്ല. അത് അപ്പോ
കമ്പോള സംസ്കാരവും കൂടി ഇതിനോട് ലയിച്ചു ചേരുന്നു. ഇസ്ലാമിന്റെ നാഗരികത, ഇസ്ലാമിന്റെ സംസ്കാരം നശിപ്പിക്കാൻ കമ്പോളവും അതുപോലെ ഭൗതികവാദികളും അതുപോലെ ദീനിനെ ബാഹ്യമായി സ്വീകരിച്ച് ജീവിതത്തിൽ പാലിക്കാത്ത മുൻ വേദത്തിന്റെ ആളുകളുമൊക്കെ സ്ത്രീകളെ പുറത്തു ചാടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ എരായിക്കൊണ്ടിരിക്കുക അറിയാണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ദുനിയാവിനെ സൂക്ഷിക്കണേ, സ്ത്രീകളെ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക, സ്ത്രീകളെയും സൂക്ഷിക്കുക. ഇസ്രായേൽ, അപ്പോഴും റസൂൽ പറഞ്ഞ ഇസ്രായേൽ തന്നെ, ഇസ്രായേൽ സമൂഹത്തിൽ ഫിത്തന പൊട്ടിപ്പുറപ്പെട്ടത് സ്ത്രീകളിലൂടെയാണ്. എന്തും ചെയ്യവര്. ഇവിടെ നല്ല ബ്രില്യന്റ് ആയ കുട്ടികളൊക്കെ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് കൊടുത്തു കൊണ്ടുപോകും. ഒരു ജൂത പെണ്ണിനെ കൂട്ടുകാരിയായി വിട്ടുകൊടുക്കും. പിന്നെ അവൻ നാട്ടിലേക്ക് മടങ്ങി വരില്ല. പിന്നെ അവന് സ്വന്തം നാടില്ല, സ്വന്തം ദീനില്ല, സ്വന്തം കുടുംബമില്ല. ബ്രില്യന്റായ ആളുകളെ, ബുദ്ധിയുള്ള ആളുകളെ മുസ്ലിം ചെറുപ്പക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടായി. വലിയ സ്കോളർഷിപ്പ് കൊടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്കൊക്കെ, കാനഡയിലേക്കൊക്കെ അവര് സ്കോളർഷിപ്പ് എടുത്ത് കൊണ്ടുപോകും. ഒരു കൂട്ടുകാരിയെ വിട്ടുകൊടുക്കും. അവളെ ഏജന്റാ. ഇവൻ അന്തം പെടും. ഈ സുന്ദരിയായ പെണ്ണിങ്ങനെ ഫ്രീ ആയിട്ട് ഒരു പൈസ ചെലവില്ലാണ്ട് അവളിങ്ങനെ എന്റെ കൂടെ തന്നെ സന്തോഷായി. അവന്റെ ദീൻ ഇല്ലാതാക്കും, അവന്റെ സ്വരാജ്യത്തോടുള്ള സ്നേഹമില്ലാതാക്കും, സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹമില്ലാതാക്കും. തിരിച്ചറിയാണ്ട് എന്റെ മോൻക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞ് ആനന്ദിക്കുന്ന രക്ഷിതാക്കൾ പോലും ഉണ്ട്, ഇത് അറിയാതെ. അപ്പോ ആ ദജ്ജാലിന്റെ ഫിത്നയിലാണത് അവസാനിക്കുക. ദജ്ജാലിനെ ബാബുലുദ്ദിൽ വെച്ച് ഈസാ നബി അലൈഹിസ്സലാമായിരിക്കും വധിക്കുക. റസൂൽ പറയാം, ബാബുലുദ്ദിൽ ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലും, കൂടെയുള്ളവരെയും കൊല്ലും. ആ ബാബുലുദ് ഇന്ന് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ്. ഇപ്പൊ ഇസ്രായേലിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിന്റെ പേരാണ് ഈ ബാബുലുദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1550 കൊല്ലം മുമ്പ് പറയാം, ബാബുലുദ്ദിൽ വെച്ചായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലുക. പെണ്ണുങ്ങളായിരിക്കും കൂടെ അധികം ഉണ്ടാവുക. അതുകൊണ്ട് അപ്പൊ പിന്നെ സ്ത്രീകളെ കാര്യത്തിൽ എന്താ ചെയ്യാ? ശർഈയായ കാര്യങ്ങൾക്ക് അവൾക്ക് പുറത്തു പോകാം, ഇബാദത്തിന് പുറത്തു പോകാം, ദീൻ പഠിക്കാൻ പുറത്തു പോകാം. അല്ലാത്ത കാര്യങ്ങളിൽ പുറത്തു പോകുമ്പോൾ വളരെ ജാഗ്രതയും ശ്രദ്ധയും. ഒരു മുഹറമായ, അതായത് വിവാഹം നിഷിദ്ധമായ പിതാവോ ഭർത്താവോ അതുപോലെ മകനോ സഹോദരനോ കൂടെ ഇല്ലാതെ പുറത്തുള്ള അലച്ചിലും യാത്രയും സ്ത്രീകൾക്ക് നിരോധിക്കപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പ്രതിരോധം തീർക്കാൻ എല്ലാവർക്കും മുസ്ലിം സംഘടനകൾക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇസ്ലാമിക യുവത്വത്തെ വഴിതെറ്റിക്കാൻ കമ്പോളമാവട്ടെ, കമ്പോള സംസ്കാരമാവട്ടെ, മുതലാളിത്ത സംസ്കാരമാവട്ടെ, ദൈവനിഷേധത്തിലുള്ള സംസ്കാരങ്ങളാവട്ടെ, അതിനെ പ്രതിരോധിക്കണമെന്ന് പൊതുവെ മുസ്ലിം സംഘങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞതാ, അവരെ അജണ്ട തിരിച്ചറിയാതെ പോകുന്ന അപകടം. നമ്മുടെ ദീൻ, നമ്മുടെ പ്രതിരോധം വിശ്വാസം കൊണ്ടാണ്. അല്ലാഹുവിലും ആഖിറത്തിലുള്ള വിശ്വാസത്തെ യുവതലമുറക്ക് പകർന്നു കൊടുക്കാതെ നമ്മുടെ വീടുകളിൽ ജനിച്ചു വളരുന്ന മക്കൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും ദൃഢബോധ്യം വരുത്താതെ ഒരിക്കലും ഈ പ്രതിരോധം വിജയിക്കുകയില്ല. ഖുർആനും കാണാം, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആര് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചുവോ അവർക്ക് വിജയിക്കാൻ കഴിയും. അല്ലാഹ് പറയാ അങ്ങനെ, ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അനേകം സ്ഥലത്ത് ആവർത്തിക്കുകയാണത്. നിങ്ങൾ അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ,
ആ വിശ്വാസത്തെ തകർക്കുന്ന വിധത്തിലുള്ള പരിപാടികൾ ഈ ലോകത്ത് പരസ്യം നടക്കുക. മുസ്ലിം യുവതയെ അതിലേക്ക് ആകർഷിക്കപ്പെടുക. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. ആദർശത്തെ കൈയൊഴിക്കരുത്, ദീനീ നിഷ്ഠയെ കൈയൊഴിക്കരുത്, ദീനീ സംസ്കാരത്തെ കൈയൊഴിക്കരുത്. എപ്പോഴും നമ്മുടെ ജീവിതം ഒരു പ്രതിരോധത്തിന്റെ, മറ്റുള്ളവയിൽ നിന്നുള്ള ഒരു പ്രതിരോധത്തിന്റെ ജീവിതമായി തീർക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആ പ്രതിരോധത്തിലെ ജീർണത നിറഞ്ഞ വൃത്തികെട്ട സംസ്കാരത്തെ പ്രതിരോധിക്കാൻ ഒരൊറ്റ പരിചയമുള്ളൂ, തഖ്വല്ലാഹ്. അള്ളാഹിനെ സൂക്ഷിക്കുക. നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ കുടുംബക്കാരെ അതിന് പ്രേരിപ്പിക്കുക. നമ്മളെ മുസ്ലിം സംഘടനകൾ തന്നെ എന്തെല്ലാം പരിപാടിയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിരോധിക്കേണ്ട ആഗ്രഹമുണ്ട് അവർക്ക്. ഈ കടന്നുകയറ്റത്തെ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന കടന്നുകയറ്റത്തെ പ്രതിരോധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് കൂടി അതേ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതേ പരിപാടി സ്റ്റേജിലും വേദിയിലുമൊക്കെയായി ആണും പെണ്ണും പാട്ടും കൊടയലും ആട്ടവും ഒക്കെയായി നമ്മൾ തന്നെ സംഘടിപ്പിച്ചാൽ, ഇസ്ലാമിന്റെ സംഘടനകൾ തന്നെ സംഘടിപ്പിച്ചാൽ അവർ കൈയടിക്കുക, യൂതന്മാര് ചിരിക്കുക, ഇബ്ലീസ് ചിരിക്കുകയാണ്. നമ്മൾ നടപ്പാക്കേണ്ട പരിപാടി നമ്മുടെ എതിരാളികൾ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറഞ്ഞെന്താണ്? ഖുർആനാണ് പ്രിയപ്പെട്ടവരെ. സൂറത്ത് നൂറിലെ ആയത്താണ് ഞാൻ ഓതുന്നത്. കാലുപോലും ചവിട്ടരുത്. കാലിങ്ങനെ ഇങ്ങനെ ചവിട്ടരുത്. ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ശബ്ദം പോലും, അതുകൊണ്ടാണ് പഴയ ആലിമീങ്ങളൊക്കെ കിലുങ്ങുന്ന പാദസരം ധരിക്കരുതെന്ന് പറയാൻ കാരണം. നമ്മുടെ ഈ പുരോഗമന ചിന്ത ഇല്ലാത്ത കാലത്ത് പോലും ഈ വെള്ളിയുടെ, സ്വർണത്തിന്റെ ഒക്കെ ഇപ്പൊ അടുത്ത് വന്നതാ, വെള്ളിയുടെ പാദസരത്തിൽ ഇങ്ങനെ കിലുങ്ങുന്നുണ്ടല്ലോ. ഡാൻസിലൊക്കെ ഈ ചെലമ്പ് ഉപയോഗിക്കുന്നത് എന്തെന്ന് മനസ്സിലായില്ല നിങ്ങൾക്ക്? ഡാൻസുകളിലും ആ തരമുള്ള പരിപാടികളിൽ, നൃത്തങ്ങളിലൊക്കെ ചിലമ്പ് ഉപയോഗിക്കുന്നത് എന്തിനാ? ശ്രദ്ധ ക്ഷണിക്കാനാണ്. അപ്പൊ ഒരു സ്ത്രീ നടന്നു പോകുമ്പോ ഈ വഴിവക്കി നിൽക്കുന്ന പുരുഷനെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധം ഒരു ചലനം പോലും അവളിൽ നിന്നുണ്ടാവരുന്നു അള്ളാഹു പറയുന്നത്. അവളുടെ സൗന്ദര്യത്തെ വെളിവാക്കുന്ന വിധം. നിങ്ങൾ അല്ലാഹുവിലേക്ക് വിനയപ്പെട്ട് തൗബ ചെയ്തു മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. എന്ത് നിങ്ങൾ ഈ കേട്ടത്? ഈ ആയത്തിന് കാലൊന്ന് ഇങ്ങനെ ചെറിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇത് ജനങ്ങളെ മുഴുവൻ, ആയിരക്കണക്കിന് ആളെ ഈ ഹാളിലേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു. എന്നിട്ട് സ്റ്റേജിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഈ കൂത്താട്ടം നടത്തുന്നു. സംഘടിപ്പിക്കുന്ന ഇസ്ലാമിന്റെ സംഘടന എങ്ങനെയുണ്ട് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. ഓണത്തിന്റെ പേരിലോ പെരുന്നാളിന്റെ പേരിലോ അല്ലെങ്കിൽ വെറുതെ ആഘോഷങ്ങളുടെ പേരിൽ ഈ സിനിമാ ലോകം വൃത്തികെട്ട ചാണക്കുടിയാണ്, ദുർഗന്ധം വമിക്കുന്ന കുടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ സിനിമാ ലോകത്തെ സെലിബ്രിറ്റികളൊക്കെ തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നവരെ വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവർക്കും ബോധ്യമായി. വളരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി സിനിമാ ലോകത്തിന്റെ ഒരുവിധ ഉള്ളറകളെ കുറിച്ചൊരു ധാരണ വന്നു. എന്നിട്ട് ഇസ്ലാമിന്റെ ആളുകൾ തന്നെ അതിലെ സെലിബ്രിറ്റികളെ വിളിച്ചിട്ട് നമ്മൾ പൈസ ചെലവാക്കി പരിപാടി നടത്തുക. എങ്ങനെ പ്രതിരോധം വിജയിക്കും സഹോദരങ്ങളെ? അള്ളാഹു പറഞ്ഞെന്താണ്? വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീടുകൾ, പെണ്ണുങ്ങളെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം, അടങ്ങി ഒതുങ്ങി കഴിയണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, ജാഹിലിയ കാലത്തെ അഴിഞ്ഞാട്ടം നിങ്ങൾ നടത്തരുത്.
നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. നിശ്ചയം അല്ലാഹു ഉദ്ദേശിക്കുന്നത് മാലിന്യത്തെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാനാണ്. ബാഹ്യശക്തികൾ മാലിന്യത്തിലേക്ക് നിങ്ങളെ വലിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ മാലിന്യത്തിൽ നിന്ന് മുക്തമാക്കാനാണ് റബ്ബ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ശുദ്ധീകരിക്കാനാണ്. അല്ലാണ്ട് നിങ്ങളോട് സ്നേഹമില്ലായിട്ടല്ല. നിങ്ങളിങ്ങനെ ഈ ബാഹ്യശക്തികളുടെ, ഭൗതികവാദികളുടെ, അല്ലെങ്കിൽ മതത്തെ ബാഹ്യമായി സ്വീകരിച്ച് ജീവിതത്തിലില്ലാത്ത ആളുകളുടെ ഈ അജണ്ടകളിൽ കുടുങ്ങി മുസ്ലിം സ്ത്രീകൾ പോലും അറിയാതെ, ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാൽ അറിയാലോ, എല്ലാ പരിപാടിയിലും മുസ്ലിം പെണ്ണുണ്ട്. അള്ളാനെ നിഷേധിക്കണോ, റസൂലിനെ ചീത്ത വിളിക്കണോ, അതിന് മുസ്ലിം പെണ്ണുണ്ട്. അള്ളാഹ് ഖുർആനെ വിമർശിക്കണോ, അതിലും മുസ്ലിം പെണ്ണുണ്ട്. അപ്പോ സംഗതി മതപരമായ ആവശ്യങ്ങൾക്കെല്ലാം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം. അല്ലാത്ത കാര്യങ്ങളിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് എല്ലാത്തിലും. ഈ ഒപ്പന എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് ഇസ്ലാമിന്റെ എന്നാണ് ആൾക്കാരുടെ ധാരണ. സ്റ്റേജില് ആണുങ്ങള് കാണാതിരിക്കുമ്പോ ഈ ഒപ്പന, അപ്പൊ ശരീരമൊന്നും കുലുങ്ങൂല്ല. ഒപ്പന കളിക്കുമ്പോ കുലുങ്ങൂല്ല. ഡാൻസ് കളിക്കുമ്പോഴാ കുലുങ്ങുള്ളൂ. ഒപ്പനക്ക് കുലുക്കില്ലേ? ഡാൻസിനേക്കാൾ കുലുക്കാണ് ഒപ്പനക്ക്. എന്ത് ഇസ്ലാമിന്റെ എന്തോ പരിപാടി എന്നുള്ള ആൾക്കാണ് അവതരിപ്പിക്കുന്നത്. പുരുഷന്മാരുടെ മുഴുവൻ കണ്ണുകൾ അങ്ങോട്ടാണ്. ഒരു കാല് എനക്കിയിട്ട് പോലും ശ്രദ്ധ ക്ഷണിക്കരുതെന്ന് അള്ളാഹ് പറയുമ്പോ ചാടിക്കുത്തി കളിച്ചിട്ട് ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങക്ക് മനസ്സിലാവൂലേ? എന്നോട് വിഷമം തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. സത്യമാണ് ഈ പറഞ്ഞ, യാഥാർത്ഥ്യമാണ്. ആര് ചെയ്താലും ഏതെങ്കിലും ഒരു കൂട്ടരുന്നല്ല, നമ്മ ചെയ്താലും അവര് ചെയ്താലും ഇവര് ചെയ്താലും കണക്ക. ഇത് വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇസ്ലാം ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പോലും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടം പറ്റും. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ഇസ്ലാമിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴുകന്മാർ ചുറ്റും പറക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ പുറത്തേക്ക് പോകുന്നത്, ആൺമക്കളും പെൺമക്കളും, ആ കഴുകന്മാർ രാഞ്ചിയെടുക്കാവുന്ന വിധത്തിലാണ്. ശ്രദ്ധിക്കുക, കാക്കുക. അള്ളാഹു നമ്മളെയും നമ്മുടെ സന്തതി പരമ്പരകളെയും കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا